ആ നടിക്ക് ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയത്തില്ല. കാരണം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അതായത് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ പിന്നെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, അല്ല അതെ യൂസ് ചെയ്തുകൊണ്ടാണ് ഹണി റോസ് സമൂഹം. കാരണം ഹണി റോസിന്റെ ഒഫീഷ്യൽ പേജുകളിൽ, ഞാൻ പറഞ്ഞത് ഒഫീഷ്യൽ പേജുകളിൽ സ്റ്റോറിയായും സ്റ്റാറ്റസായും വരുന്നത് വിവിധ ആംഗിളുകളിൽ, പല ആംഗിളുകളിൽ നിന്ന് എടുത്ത വീഡിയോസിന്റെ കട്ട്സ് അവരുടെ ഒഫീഷ്യൽ സ്റ്റാറ്റസിൽ വരുമ്പോൾ എന്താണ് ആൾക്കാർക്ക് നൽകുന്നത്? അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഹണി റോസ് ഏത് ആംഗിളിലുള്ള ഫോട്ടോ ഇടണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. ആ നടിക്ക് ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയത്തില്ല. സെക്ഷൽ പൊവേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഒന്നുകിൽ ഭാര്യയായിട്ടോ ഗേൾഫ്രണ്ടായിട്ടോ പെയ്ഡ് സെക്സ് ആയിട്ടോ ഒക്കെ സെക്സ് നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ലഭ്യമാണ്. എന്നാൽ ഇതുപോലും അവൈലബിൾ അല്ലാത്ത ആളുകളുണ്ട്. അവരാണ് സെക്ഷൽ പൊവേർട്ടി അനുഭവിക്കുന്ന ആളുകൾ. അപ്പം അവർ പറഞ്ഞത് ലൈംഗിക താല്പര്യമുള്ള ആളുകളെ കുറിച്ചാണ് അവർ പറഞ്ഞത്. ഓക്കെ, ലൈംഗിക താല്പര്യം വേറെയാണ്, സെക്ഷൽ പൊവേർട്ടി വേറെയാണ്. എനിക്കിപ്പോൾ ഒരാളുടെ താല്പര്യം തോന്നി, എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയോട് ലൈംഗിക താല്പര്യം ഇന്ന് തോന്നി, അവൾക്ക് അതിന് താല്പര്യമില്ല എന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയാണ്. അതാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഈവൻ ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ബൈറ്റ് തരുമോ, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച കൺസെൻറ്റോടുകൂടിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പോകുന്ന വഴിക്ക് നേരെ ചേട്ടാ എന്ന് പറയുന്നത് അത് തെറ്റാണ്. അതാണ് കടന്നുകയറ്റം എന്ന് പറയുന്നത്. അതാണ് ആ നടിയോട് ഒന്നേ റിക്വസ്റ്റ് ഉള്ളൂ ഞങ്ങൾക്ക്, അവർ സെക്ഷൽ പൊവേർട്ടി എന്താണെന്നുള്ളത് പഠിക്കുക, ആ സെക്ഷൽ പൊവേർട്ടി എന്താണെന്നുള്ള തെറ്റായ ധാരണ അവർ മാറ്റുക. ലൈംഗിക താല്പര്യമോ ലൈംഗിക വാസനയോ ലൈംഗിക ആവശ്യം നിറവേറ്റണമെന്നുള്ള ആഗ്രഹമോ സെക്ഷൽ പൊവേർട്ടി അല്ല. അത് അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യാതൊരു ഓപ്ഷൻസും ലഭിക്കാത്ത ആളുകൾ, അവസരമില്ലാതെ ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയാണ് സെക്ഷൽ പൊവേർട്ടി അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത്. സോ ആ നടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റാണ് എന്നാണ് പറയാനുള്ളത്.